വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒക്കെയാണ് പഠിച്ചത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ചാർജുകൾ കയറിയാൽ അവിടെ അവർക്ക് ഫോഴ്സ് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പം ഇലക്ട്രിക് ഫീൽഡിൽ പെട്ട സ്ഥലത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തുമായിരുന്നു? ഇൻറ്റൻസിറ്റി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു? ഒരു കൂളംബ് പോസിറ്റീവ് ചാർജിന് അവിടെ കൊണ്ട് വെച്ചാൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ആ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലേ. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ Q എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട്. അപ്പം Q എന്ന് പറഞ്ഞ ചാർജ് അല്ലെങ്കിൽ ഇത്ര കൂളം ചാർജ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോയിന്റ് ചാർജ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഇതൊരു പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്ത് അത് ഇവിടെ ഇരിക്കുന്നു. അപ്പം ഈ ചാർജിന് ചുറ്റുമുള്ള സ്ഥലം, ഈ സ്ഥലം, അപ്പം നമ്മൾ നേരത്തെ എന്തോ പഠിച്ച ചാർജിന് ചുറ്റുമുള്ള സ്ഥലത്തിനെ എന്ത് പേരിട്ട് നമ്മൾ വിളിച്ചേ? ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഈ ചാർജിന് ചുറ്റുമുള്ള സ്ഥലം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആയി? ഇവിടെ വേറെ ചാർജ് കയറിയാൽ ആ ചാർജുകൾക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും അല്ലെ. അപ്പോൾ ഈ ചാർജിന് ചുറ്റുമുള്ള സ്ഥലം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ഉണ്ടാക്കുന്നത് ഈ പോയിന്റ് ചാർജായ Q. നമ്മൾ ഇതിനെ Q എന്നാണ് വിളിച്ചത്. അപ്പൊ ഈ പോയിന്റ് ചാർജായ Q ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത് അല്ലെ. അപ്പം ഇതിനെ നമുക്ക് സോഴ്സ് ചാർജ് എന്ന് വിളിക്കാം. മനസ്സിലായോ? സോഴ്സ് ചാർജ്. അപ്പം Q എന്ന് പറഞ്ഞ Q എന്ന പോയിന്റ് ചാർജ് ഇവിടെ ഇരുന്ന അതിന് ചുറ്റുമുള്ള സ്ഥലം ഇലക്ട്രിക് ഫീൽഡായി മാറുകയും ആ ഇലക്ട്രിക് ഫീൽഡിലെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് പോയിന്റിന്റെ ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്? ആ പോയിന്റിൽ 1 കൂളോം ചാർജ് വെച്ച് ആ 1 കൂളോം ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കും. അതാണ് എന്ത്? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പം ഇനി നമ്മൾ ഒരു പോയിന്റിൽ ഏത് പോയിന്റിന്റെ ആണോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോയിന്റ് P, നമുക്ക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് പോയിന്റ് P ആണ്. ആ പോയിന്റ് P Qയിൽ നിന്ന് r ദൂരം മാറിയാണ് ഈ P ഇവിടെ ഉള്ളത്. അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിൽ പെട്ട ഒരു പോയിന്റ് അല്ലേ. ഏതിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ പെട്ട പോയിന്റാ? Q എന്ന് പറഞ്ഞ പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് ഇത്രയും സ്ഥലം. ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അതിലെ ഒരു സ്ഥലം, ഏത് സ്ഥലം? r ഡിസ്റ്റൻസിലുള്ള സ്ഥലത്ത് ഒരു പോയിന്റ് ആണ് ഇത് P. അപ്പം ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ നമുക്ക് അത് കണ്ടുപിടിക്കാം? ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര ഇന്റൻസിറ്റി ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? ആ സ്ഥലം, ഏത് സ്ഥലം? ഈ P. ഇവിടെ നമ്മൾ 1 കൂളം ചാർജ് കൊണ്ടുവെക്കും. 1 കൂളം ചാർജ് അവിടെ വെച്ചാൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊണ്ടുവെക്കാൻ പോവാ? ഒരു 1 കൂളം വെച്ച് കണ്ടുപിടിക്കാൻ പോവാ. അപ്പം ആ 1 കൂളം ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ആ 1 കൂളം ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കണ 1 കൂളം പോസിറ്റീവ് ചാർജിന് എത്ര ഫോഴ്സ് അനുഭവപ്പെടും എന്ന് കണ്ടെത്തിയാൽ ഇവിടുത്തെ ഇന്റൻസിറ്റി കണ്ടുപിടിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 കൂളംബ് വെക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് ചാർജായ Q0 വെച്ചു. അപ്പൊ Q0 എന്തായിരിക്കും എന്ന് പറഞ്ഞത്? ഒരു ലിമിറ്റ് വെച്ചല്ലേ. ലിമിറ്റ് ടെൻസ് ടു 0. 0യോട് അടുത്തൊരു ചെറിയ വാല്യൂ ആയിരിക്കണം എന്ത്? Q0. അപ്പൊ നമ്മൾ Q0 എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. അപ്പം ഈ Q0 എന്ന് പറയുന്ന ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കൂളംസ് ലോ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം ഇതാണ് Q എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ്, ഈ ദൂരം അല്ലെങ്കിൽ r ദൂരം അകലെ ഇരിക്കുന്ന Q0യിൽ, അപ്പം ഇത് Q പോസിറ്റീവ് ചാർജും Q0യും പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഇവർ തമ്മിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവും? ലൈക്ക് ചാർജസ് അല്ലയോ. ലൈക്ക് ചാർജസ് ആകുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സാ? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഇതായിരുന്നെങ്കിലോ, അൺലൈക്ക് ചാർജസ് ആണെങ്കിലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സാ. ഏതൊക്കെ തമ്മിൽ? ഈ Q എന്ന് പറഞ്ഞ പോയിന്റ് ചാർജും ഈ Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജും തമ്മിൽ ഒരു
റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പം ആ ഫോഴ്സ് എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലെ ഇന്റൻസിറ്റി ആയി. ഈ Q എന്ന് പറഞ്ഞ പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് P. ഇവിടുത്തെ ഇന്റൻസിറ്റി നമുക്ക് കിട്ടും. അപ്പം കൂളംസ് ലോ അനുസരിച്ച് അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്? F is equal to 1/4πε0 into Q1. Q1 ഇവിടെ ഏതാ? Q2. ഇനി Q2 ഏതാ? Q0 by R square അല്ലേ? അപ്പം ഇപ്പം ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അവിടുത്തെ ഇന്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ലേ? അപ്പം 1 കൂളം നമ്മൾ നേരത്തെ ഇപ്പൊ ഇവിടെ നമ്മൾ വെച്ചത് Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജാണ്. നമുക്ക് വേണ്ടതോ 1 കൂളംബ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സാ അല്ലെ? 1 കൂളംബിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കിട്ടുക? ഇന്റൻസിറ്റി കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ Q0 വെച്ചപ്പോൾ കണ്ടുപിടിച്ച ഫോഴ്സ് F ഡിവൈഡഡ് ബൈ Q0 എത്ര ആണോ ഈ ടെസ്റ്റ് ചാർജ് നമ്മൾ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കൂളംബിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കിട്ടും അല്ലേ? അതായത് E is equal to F by Q0. അപ്പം ഈ Fന് ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ Q0 കട്ടായി പോയിട്ട് നമുക്ക് 1 കൂളംബിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കിട്ടി. അത് എത്രയാ? 1/4πε0 Q by R square. അപ്പം ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കല്ലേ. ഏത് ഇക്വേഷൻ? Q എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് R ദൂരം അകലെ ഒരു പോയിന്റ്, R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1 കൂളംബ് ചാർജിന് അനുഭവപ്പെടുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് E is equal to 1/4πε0 Q by R square. അപ്പൊ ഇതില് ഇപ്പൊ നമുക്കൊരു ഇവിടെ Q ന് ഒരു വാല്യൂ തന്നു, ഇത്ര ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടുത്തെ ഇന്റൻസിറ്റി എത്രയെന്ന് കണ്ടുപിടിച്ചാൽ ഈ ഇക്വേഷനിലോട് നേരിട്ട് ഇവിടെ രണ്ടിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പം ആ ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ 1 കൂളംബ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. 1 കൂളംബ് ചാർജിന് അനുഭവപ്പെട്ട അത് എങ്ങോട്ടാണോ ആ ചാർജിന് ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടത് അതായിരിക്കും ഡയറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം Q ഒരു പോസിറ്റീവ് ആണ്, Q0 പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ചെലുത്തുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് അല്ലെ? റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് എങ്ങോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ? അപ്പം ഇത് ഞാൻ ഈ പോയിന്റിനെ A എന്ന് വിളിച്ചാൽ ഈ ഒരു ഡയറക്ഷൻ റിപ്പൾസീവ് ഫോഴ്സ് ഇതിനെ അങ്ങോട്ട് തള്ളും. അങ്ങോട്ട് തള്ളുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഫോഴ്സ്. അപ്പൊ നമുക്ക് പറയാം ഫോഴ്സ് അലോങ് PA എന്ന് പറയാം. അപ്പൊ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി, അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഒരു ആരോ ഇട്ടു. അപ്പൊ E is equal to F by Q0. അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഇത് എന്തിന്റെയാ? ഈ ഇക്വേഷൻ എന്തിന്റെ ആയിരുന്നു? 1 കൂളം ചാർജ് R ഡിസ്റ്റന്റ് R ദൂരം മാറിയുള്ള ഒരു ചാർജ്. എന്ത് ചാർജ്? 1 കൂളം ചാർജിന് അനുഭവപ്പെടുന്ന ഇതാണ് എന്ത്? ഫോഴ്സ് ആണ് 1/4πε0 Q by R square. അപ്പൊ ഈ കേസിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അലോങ് PA ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പം ഇനി ഒരു എക്സാമ്പിൾ, Qന് ഞാൻ 10 എന്നൊരു വാല്യൂ 10 കൂളം എന്നൊരു വാല്യൂ കൊടുത്തു. അപ്പം നേരത്തെ നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തത്, ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഈ പോയിന്റ് എടുത്തു. ഇതും ഒരു പോസിറ്റീവ് ചാർജാണ്. ഡിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, എത്ര? 5 മീറ്റർ എപ്പാർട്ടിലുള്ള ഒരു ഡിസ്റ്റൻസ്. അപ്പം ആ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ്, അപ്പം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അത് എത്രയാ? E is equal to നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഇക്വേഷൻ. ഏത് ഇക്വേഷൻ? E is equal to 1/4πε0 Q by R square. Q തന്നിട്ടുണ്ടല്ലോ 10 കൂളം, ഡിസ്റ്റൻസ് അറിയാമല്ലോ 5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പം E is equal to 1/4πε0 into 10/5 square എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും അല്ലെ? ഇനി ഇവിടെ മേളിലാണെങ്കിൽ മേലോട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും. അതേസമയം ആണെങ്കിലോ ഈ ഒരു ഡയറക്ഷനിൽ റിപ്പൾസീവ് ചെയ്യും. കണ്ടോ, ഈ ആരോ ഇട്ടേക്കുന്ന ഡയറക്ഷനിൽ. അപ്പം നമുക്കിപ്പോ എന്ത് കിട്ടി? ഈ ഇക്വേഷനിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് കിട്ടി. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 1/4πε0 Q by R square.
അപ്പം അത് 1 കൂളംബ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്, അത് തന്നെ ആയിരിക്കും ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇനി 1 കൂളംബ് ചാർജ് അതിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് അത് റിപ്പൽ ചെയ്തപ്പം അത് ഏത് ഡയറക്ഷനാണ് നമുക്ക് മനസ്സിലായി. ഇപ്പം ആ ഡയറക്ഷനിലായിരിക്കും ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. അൺലൈക്ക് ചാർജസ് ആണല്ലോ, അട്രാക്ട് ചെയ്യും, അപ്പൊ ടുവേർഡ്സ് ആയിരിക്കും, ആ ഡയറക്ഷൻ ആയിരിക്കും ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? E is equal to എന്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ? ഒരു ഇലക്ട്രിക് ഫീൽഡില് 6 ഡിസ്റ്റൻസ് എപ്പാർട്ടിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 q/r². ഡയറക്ഷൻ ആ സ്ഥലത്തെ നമ്മൾ മുമ്പേ കൊണ്ടുവച്ച 1 കൂളം ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ഒരു പോയിന്റ് ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. Q എന്ന് പറയുന്ന ചാർജ് കാരണം 6 ദൂരം അകലെയുള്ള പോയിന്റിന് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് 1/4πε0 q/r². അപ്പം നേരത്തെ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് 10 പറഞ്ഞു. ഇപ്പൊ ഈ കേസിൽ നോക്കിയാൽ ഒരു -10 കൂളം വിചാരിച്ചു ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെ, നോ ചേഞ്ച്, 1/4πε0 q/r² തന്നെ ആയിരിക്കും. പക്ഷെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവും അത് പോസിറ്റീവ് ആണല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അട്രാക്ഷൻ അല്ലേ ഉണ്ടാവും. അപ്പം നേരത്തെ താഴെ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇതിപ്പം എന്തായിരിക്കും? അപ്വേർഡ്സ് ആയിരിക്കും അല്ലെ, അപ്വേർഡ് ആയിരിക്കും. അപ്പം ഡയറക്ഷൻ തിരിച്ച് ഇങ്ങോട്ട് വരും അല്ലേ. അതേസമയം ഇവിടെ ആണെങ്കിലോ, ഇവിടെ നേരത്തെ ഇത് പോസിറ്റീവിന്റെ കേസിലാണ് ഞാൻ ഈ ആരോ ഇട്ടത്, ഇപ്പൊ ഇത് നെഗറ്റീവായി, അപ്പൊ ഏത് ഡയറക്ഷനിലായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അപ്പോഴും അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/4πε0 q എന്താ? -10 r². എന്താ? ഈ ഡിസ്റ്റൻസ്. ഈ കേസ് എടുക്കുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് എപ്പാർട്ടിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഏതൊരു സ്ഥലത്തെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി? 1 കൂളം ചാർജ് അവിടെ വെച്ചിട്ട് അതിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മറക്കരുതാത്തൊരു ഇക്വേഷൻ ആണ് Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും 6 ദൂരം അകലെയുള്ള പോയിന്റിൽ ഉണ്ടാകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E is equal to 1/4πε0 q/r². ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഏത് സ്ഥലത്തെ ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കുന്നത് അവിടെ 1 കൂളംബ് ചാർജ് വെച്ചാൽ എങ്ങോട്ടാണോ ഫോഴ്സ് അനുഭവപ്പെടുന്നത് അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി നമുക്ക് ഒരു ചാർജ് ഒരിടത്ത് വെക്കുമ്പോൾ, അതായത് ഒരു ചാർജ് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ, ഇപ്പം ഇവിടെ Q എന്ന് പറഞ്ഞൊരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചാർജിന് ചുറ്റുമുള്ള സ്ഥലമാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നോക്കിയൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലേ. അപ്പം നിങ്ങളുടെ ബുക്കിൽ Q എന്ന് പറഞ്ഞൊരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല, നോക്കിയൊന്നും മനസ്സിലാവത്തില്ല അത് ഇലക്ട്രിക് ഫീൽഡ് ആണോ അല്ലയോ എന്നൊന്നും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാകാം? വേറെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ചാർജ് വന്നാൽ അതിനൊരു ഫോഴ്സ്, എന്ത് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? കുറച്ച് വരകൾ വരച്ചുകൊണ്ടാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബുക്കിൽ ഈ സ്ഥലം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കാണിക്കാൻ കുറച്ച് വരകൾ വരയ്ക്കുന്നു. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന, അതായത് നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ എല്ലാ ലൈനും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇല്ലേ. അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ ബുക്കിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കാം, അത് തിരിച്ചറിയും. അപ്പം അതെങ്ങനെ തിരിച്ചറിയും? ഒരു ചാർജ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പം ഞാനൊരു ലൈൻ വരച്ചു. അപ്പം ഞാൻ അങ്ങ് അസ്യൂം ചെയ്ത ഒരു ലൈൻ അങ്ങ് വരച്ചു. അപ്പം ഈ ലൈൻ അല്ലെങ്കിൽ ഈ വര ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ് കണ്ടീഷൻ എന്ന് അറിയണ്ടേ? കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വര കടന്നു പോകുന്ന ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. കാരണം ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വര കടന്നു പോകുന്ന ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്.
അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, അപ്പൊ ആ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഡയറക്ഷൻ പരിശോധിച്ച് നോക്കിയാൽ ഈ വരയുടെ ടാൻജന്റ് ആയിട്ട് വരണം. മനസ്സിലായോ? ഇതിന്റെ ടാൻജൻസ് ജോയിൻ ചെയ്തു ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷന്റെ ടാൻജന്റ്, ആ ടാൻജന്റ് ജോയിൻ ചെയ്ത് വരുന്ന ലൈൻ ആണ് ഇത് എങ്കിൽ, ഞാൻ വരച്ചത് എങ്കിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുന്ന പോയിന്റുകളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കണം. അപ്പം ആ ഡയറക്ഷനിൽ ടാൻജന്റ് വരുത്തക്ക വണ്ണം വര അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പം അങ്ങനെ വരച്ച വരകൾ അതായത് അവയുടെ ഏത് പോയിന്റിൽ ടാൻജന്റ് വരച്ചാലും അതാത് സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടണം. നമ്മൾ വരച്ച കിട്ടത്തക്ക വേണം നമ്മൾ വരച്ച വരകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. മനസ്സിലായോ? ഡെഫിനിഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. അത് ഇമാജിനറി ലൈൻസ് അതുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ആ. ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ്, എങ്ങനെ വരച്ചു? സച്ച് എ വേ ദാറ്റ് ദി ടാൻജന്റ്, നമ്മൾ വരച്ച ലൈനിലെ ടാൻജന്റ് വെച്ച് ഒരു പോയിന്റ് എടുത്ത് അതിനെ ടാൻജന്റ് വരച്ചാൽ അത് എന്ത് നമുക്ക് തരും? ഇറ്റ് ഗീവ്സ് what it will give? It will give the direction of electric field intensity at that point. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റ്, ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ അത് എന്തായിരിക്കും? അവിടുത്തെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. മനസ്സിലായോ? അപ്പോൾ എക്സാമിന് ചോദിക്കും വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? Electric field lines are imaginary lines drawn in such a way that the tangent to that line at a point gives the direction of electric field intensity at that point. അപ്പോൾ ഒരാൾ പറയുകയാണ് ഈ ഒരു സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഒരു ലൈനാണ് ഈ വരച്ചേക്കുന്നത് എന്ന് ഒരാൾ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു പോയിന്റ് ഇന്റൻസിറ്റി എങ്ങോട്ടാണെന്ന് അപ്പൊ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, ഈ ഓരോ പോയിന്റിലെയും ഇന്റൻസിറ്റി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ് എടുക്കണം, ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അതിന്റെ ടാൻജന്റ് വരയ്ക്കണം. അപ്പൊ ഈ പോയിന്റ് എടുത്ത് ഈ ടാൻജന്റ് ഇങ്ങോട്ട്, ഈ പോയിന്റ് എടുത്ത് ടാൻജന്റ് വരച്ചു. അപ്പൊ ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്തോ കിട്ടി? ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തന്നാൽ ആ ലൈൻ കടന്നു പോകുന്ന ഓരോ പോയിന്റിലും ഇന്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ആ പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ മതി. അപ്പോൾ വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? Electric field lines are imaginary lines drawn in such a way that the tangent to that line at any point gives the direction of electric field intensity at that point. മനസ്സിലായല്ലോ? അപ്പം ഇനി ഇത്തരം ഇലക്ട്രിക് ഫീൽഡുകൾക്ക് ചില പ്രത്യേകതകൾ നമുക്ക് പറയാൻ പറ്റും. എന്തായിരിക്കും? ആ ലൈനിന് എവിടെ ടാൻജന്റ് വരച്ചാലും ഇന്റൻസിറ്റി, ഇനി നമുക്ക് ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരിശോധിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് ഒരു ലൈനിന്റെ ടാൻജന്റ് നമ്മൾ വരച്ചാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടി. അവിടെ നമ്മൾ എവിടെ ടാൻജന്റ് വരച്ചാലും നമുക്ക് ആ പോയിന്റിന്റെ ഇന്റൻസിറ്റി, നമുക്ക് ഡയറക്ഷൻ കിട്ടും. മനസ്സിലായോ? ഇനി നമുക്കൊരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ലൈൻ പരിശോധിക്കാം. അപ്പം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു Q എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ് എടുത്തു. Q എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് ചുറ്റുമുള്ള സ്ഥലം എന്താ? ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? ഈ പോസിറ്റീവ് Q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഉള്ളത്. അവിടുത്തെ ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് ഒരു പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന്റെ രണ്ടും പോസിറ്റീവ് ആയിട്ട് ഈ ഡയറക്ഷനിലേക്ക് റിപ്പൽ ചെയ്യുക, അല്ലെ? ഈ ഡയറക്ഷനിലേക്ക് ഇതിന്റെ ഫോഴ്സ്. അപ്പൊ ഇതിന്റെ ടാൻജന്റ് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ട്. ഇവിടെ ഒരു പോയിന്റ് എടുത്താലും അതിന്റെ ടാൻജന്റ് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ട്. ഇനി ഇവിടാണ് ഒരു പോയിന്റ് എന്ന് വെച്ചോ, ഞാനത് വരച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ പോയിന്റിന്റെ ടാൻജന്റ്, ഈ പോയിന്റിൽ ഈ ഡയറക്ഷനിലാണ് ടാൻജന്റ് വരച്ചു, ഇങ്ങോട്ടായിരിക്കും. ഈ ഡയറക്ഷനിൽ എങ്ങോട്ടാണെങ്കിലും താഴോട്ടായിരിക്കും. മുകളിലോട്ടാണെങ്കിലോ പോസിറ്റീവ് ചാർജ് തന്നെ, ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് ടാൻജന്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരച്ചാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ. അതായത് Q എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ്, ഇവിടെ എല്ലാം ഈ ലൈനിലെല്ലാം ഓരോ ചാർജാ. അപ്പൊ ഓരോ ചാർജിന്റെയും ടാൻജന്റ് വരച്ചിട്ട് നമ്മളത് ആ ടാൻജന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി.
അപ്പം അത് ഏത് ഡയറക്ഷനിലായി ഈ പോസിറ്റീവ് ചാർജിന്റെ? റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാ, പുറത്തോട്ടാ അല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ ഈ ക്യൂ ഒരു +5 കൂളം വന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 4 ലൈൻ വരച്ചത്? അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. അപ്പൊ ഞാൻ 5 കൂളമ്പിന് 4 ലൈൻ വരയ്ക്കുന്ന ഒരു പ്രകൃതിക്കാരനാണ്. അപ്പൊ ഞാൻ 5 കൂളമ്പ് ചാർജിന് 4 വരയെ വരച്ചുള്ളൂ. അപ്പം ചോദിക്കാം, അപ്പൊ 10 കൂളമ്പ് ചാർജ് എത്ര ലൈൻ വരയ്ക്കണം? അപ്പൊ ഇത് ഈ നമ്പർ ഓഫ് ലൈൻസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ നമ്പർ ഓഫ് ലൈൻസ് മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷൻ അല്ല. 5 കൂളമ്പിന് ഞാൻ 4 ലൈൻ വരച്ചെങ്കിൽ, ഞാൻ 4 വരച്ചുള്ളൂ, നിങ്ങൾ 2 വരയ്ക്കുന്നെങ്കിൽ മതി. പക്ഷെ 10 കൂളമ്പിന് നിങ്ങൾ വരച്ചതിന് ഇരട്ടി വരയ്ക്കണം. അതായത് ഞാൻ ഇവിടെ 5 കൂളമ്പിന് 4 വരച്ചെങ്കിൽ 10 കൂളമ്പാകുമ്പോൾ ഞാൻ 8 വരയ്ക്കണം. 20 കൂളമ്പാകുമ്പോൾ 8ന്റെ ഇരട്ടി എത്ര വരയ്ക്കണം? 16 എണ്ണം വരയ്ക്കണം. അപ്പം മനസ്സിലായി, ഈ പോസിറ്റീവ് ചാർജിന് പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഡയറക്ഷൻ അല്ലേ? റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. അപ്പം ഏതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാന്ന് ഇപ്പൊ മനസ്സിലായി? പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എവറി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് പോസിറ്റീവ് ചാർജ് അല്ലേ? ഇനി ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് വയ്ക്കാൻ, അപ്പൊ ഞാൻ നെഗറ്റീവിന്റെ കാണിച്ചത്. അപ്പൊ നെഗറ്റീവ് ആകുമ്പം ഇത് നെഗറ്റീവാ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, അൺലൈക്ക് ചാർജ് ആണ്, അട്രാക്ട് ചെയ്യും. അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും. അതിന്റെ ടാൻജൻസ് എല്ലാം കൂടെ കൂട്ടി യോജിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, അതൊരു പോസിറ്റീവാ, ഇതൊരു -q ആ. അപ്പം ഇങ്ങോട്ടായിരിക്കും അതിന്റെ ടാൻജന്റ്. ഈ ടാൻജന്റ് എല്ലാം വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇത് റേഡിയലി ഇൻവേർട്സ്, അങ്ങനെ അകത്തോട്ടാ. അപ്പം ഇങ്ങോട്ടാണ് എല്ലാ നെഗറ്റീവ് ചാർജിലേക്കാണ് എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും വന്ന് എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഥവാ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ എൻഡ് ചെയ്യുക. അപ്പം ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഇൻ എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ എ നെഗറ്റീവ് ചാർജ്. അതുപോലെ തന്നെ ദി നമ്പർ ഓഫ് ലൈൻസ് അറൌണ്ട് എ പോയിന്റ് ചാർജ്, ഞാൻ മുമ്പേ പറഞ്ഞു 5 കൂളം ചാർജിന് ഞാൻ 4 ലൈൻ വരയ്ക്കുന്ന ആളാണെങ്കിൽ ഞാൻ 10 കൂളം ചാർജിന് 8 ലൈൻ വരയ്ക്കണം. അതായത് നമ്പർ ഓഫ് ലൈൻസ് അറൌണ്ട് a point charge is proportional to magnitude of charge of that charge. ഇനി ഇപ്പം നിങ്ങൾ നോക്കിയേ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇത്രയും നിന്ന്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇതൊരു പോയിന്റ് പോസിറ്റീവ് ചാർജ് Q, ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലൈൻസ് ഒക്കെ എത്ര വേണേലും വരയ്ക്കാം. ഞാൻ ഇവിടെ ഒരു 1 2 3 4 5 5എണ്ണമായിട്ട് വരച്ചു. അതിൽ ഈ ഒരു പോയിന്റ് R, അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും. അപ്പം ഇവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1/4πε0 Q/r². ഇവിടെ ആണെങ്കിലും അത് തന്നെയല്ലേ? കാരണം സെയിം ഡിസ്റ്റൻസ്, ഈ ആറും റേഡിയസ് സെയിം ആ. അപ്പം ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ വരുന്ന ഏത് പോയിന്റ് എടുത്താലും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് എടുത്താലും ഇവിടുത്തെ എല്ലാ പോയിന്റ് എടുത്താലും അവിടുത്തെ ഇന്റൻസിറ്റി സെയിം ആയിരിക്കില്ലേ? ആയിരിക്കും. പക്ഷെ അത് ഇതുമായിട്ട് സെയിം ആണോ? അല്ല, വ്യത്യാസമുണ്ട്. കാരണം എന്താ? R ഇവിടെ കൂടി, ഇവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ R കൂടി. അപ്പം ഇവിടത്തേനേക്കാട്ടിൽ കുറവായിരിക്കും ഇവിടെ. അപ്പം ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ. ഇവിടെ ആയപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു, ഇവിടെ ആയപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതൊരു ലൈൻ. അപ്പം ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാ. ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് സംഭവിച്ചു? ഇന്റൻസിറ്റി കുറഞ്ഞു. അപ്പം നമുക്ക് പുതിയൊരു അറിവ് കൂടെ കിട്ടി. എന്താണ് കിട്ടിയത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഇന്റൻസിറ്റി കൂടും. അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഇന്റൻസിറ്റി കുറയും. മനസ്സിലായല്ലോ? അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇത് കണ്ടോ, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഞാൻ വരച്ചു, ഇവിടെ ബി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതായിരിക്കും സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞേ? തീർച്ചയായിട്ടും ബിയിൽ ഒരു നല്ല സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? കാരണം എന്താ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എക്കാട്ടിലും സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ബിയിലാണ്.
എയിൽ കുറവായിരിക്കും. അടുത്തത് ഇത് കണ്ടോ, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിട്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 1ലും 2ലും സെയിം ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്, ഫീൽഡ് ലൈൻസ് തമ്മിൽ. അങ്ങനെയാണെങ്കിൽ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണോ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. യൂണിഫോം ആണെങ്കിൽ എന്ത് വേണം? ഡയറക്ഷന് സെയിം ആയിരിക്കണം. ഡയറക്ഷൻ സെയിം ആണോ? ഈ പോയിന്റിലെ ടാൻജന്റ് എടുത്താൽ ഈ ഡയറക്ഷനിലും, ഈ പോയിന്റിലെ ടാൻജന്റ് എടുത്താൽ ഈ ഡയറക്ഷനിലും. ഇവിടത്തെ കേസും അങ്ങനെ തന്നെ. അപ്പം ഡയറക്ഷൻ ഡിഫറൻറ്റാ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷന് സെയിം ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഈ ഒരു കേസിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ സെയിം ഉള്ളൂ, ഡയറക്ഷൻ സെയിം അല്ല. അപ്പൊ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണോ? അല്ല. ഇനി ഈ കേസ് നോക്കിയേ, ഇവിടെ ഡയറക്ഷൻസ് സെയിമാ. കാരണം ഏത് പോയിന്റ്, ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ്, എവിടെ പോയിന്റ് എടുത്താലും എല്ലാം സ്ട്രെയിറ്റ് ഡയറക്ഷനിലായിരിക്കും ടാൻജന്റ്. അപ്പം ഡയറക്ഷൻ സെയിമാ, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ? അല്ല. എന്താ കാര്യം? ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പം മാഗ്നിറ്റ്യൂഡ് 6 മാറി. 6 മാറുന്തോറും മാഗ്നിറ്റ്യൂഡ് മാറും. അപ്പോൾ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല. അപ്പം നമുക്ക് എങ്ങനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാം? ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. കാരണം എന്താ? ഇത് തമ്മിലുള്ള 6 സെയിം ആണ്, സെയിം ഡയറക്ഷനാണ്. അതായത് സ്ട്രെയിറ്റ് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ്. സ്ട്രെയിറ്റ് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യും. എന്തിനെ റെപ്രസെന്റ് ചെയ്യും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ സ്ട്രെയിറ്റ് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമുക്കൊരു ക്ലൂ കിട്ടും. അതിന്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്ക്, ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഇപ്പൊ കിട്ടും അല്ലെ. അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? എന്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻ? Electric field lines are imaginary lines drawn in such a way that the tangent to that line at a point gives the direction of electric field intensity at that point. ഇതായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പം അത് നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പഠിക്കാം. അപ്പം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, all electric field lines starts from positive charge and ends in a negative charge. മുമ്പേ പറഞ്ഞില്ലേ, പോസിറ്റീവ് ചാർജിന് റേഡിയലി ഔട്ട്വേർഡും ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിൽ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് റീച്ചിങ് എ നെഗറ്റീവ് ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം 5 കൂളം ചാർജിന് 4 ലൈനാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഞാൻ 10 കൂളം ചാർജിന് 8 ലൈൻ വരയ്ക്കണം. അത് പ്രൊപ്പോർഷണൽ ആണ്. എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്പർ ഓഫ് ലൈൻസ്. ഇനി അടുത്ത ഒരു പോയിന്റ്, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പം ഇതൊരു ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇതും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇത് ഇന്റർസെക്ട് ചെയ്യുന്നു. അത് ഇന്റർസെക്ട് ചെയ്യുമോ? അപ്പം അതങ്ങനെ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പൊ ഇന്റർസെക്ഷൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണല്ലോ, ആ പോയിന്റ് ഈ ലൈനിലും ആണ് ആ ലൈനിലും ആണ്, രണ്ട് പോയിന്റിലും ഉള്ള പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ, ഈ ലൈനിന്റെ ഡയറക്ഷൻ എടുത്താൽ അതിന്റെ ടാൻജന്റ് ഈ ഒരു ഡയറക്ഷനിലും, ഇതേലാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലും. അപ്പൊ ഒരു പോയിന്റിന് രണ്ട് ഡയറക്ഷനിൽ ഇന്റൻസിറ്റി വരുമോ? വരത്തില്ല. പക്ഷെ ടാൻജന്റ് തരുന്നത്, ആ ഒരു പോയിന്റിലെ ടാൻജന്റ് എടുത്താൽ നമുക്ക് എന്തോ കിട്ടണം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ കിട്ടണം. പക്ഷെ ഒരിക്കലും ഒരു പോയിന്റിന് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഉണ്ടാവൂല. അപ്പം അടുത്ത പോയിന്റ് എന്താ? ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട്. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അതിന്റെ കാരണം ചോദിച്ചാൽ എന്താ? ഇഫ് ദേ ഡു സോ there will be two tangents ഉണ്ടാവും അല്ലെ. If they do so, there will be two tangents, and that is practically impossible because one point will not have two electric field intensity directions. മനസ്സിലായോ? ഇനി അടുത്ത straight parallel equidistant line represents uniform electric field. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് straight parallel equidistant ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. Tangent at any point gives direction of electric field. അല്ലെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഒരു പോയിന്റിലെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കിട്ടണം. ഇനി അടുത്ത പോയിന്റ് എന്താ? റിലേറ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് ഗീവ്സ് ദി മാഗ്നിറ്റ്യൂഡ്. ഡിസ്റ്റൻസ് വെച്ചിട്ട്, രണ്ട് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡിന്റെ ഒരു ഏകദേശം നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കണം, കാണണം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.